ഹായ് ഓൾ. നട്ടെല്ലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദനകളുടെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ക് തകരാറുകൾ. ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ഹെർണിയേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെട്ടിരിക്കുന്ന, ഭയങ്കരമായിട്ട് മനസ്സിൽ ആകുലതകളുള്ള പേഷ്യൻസ് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ആശ്വാസം പകരുന്ന പഠനങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെയാണ് നിലവിലുള്ളത്. ഇങ്ങനെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്ന 4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിനൊന്നും നമുക്കങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. അത് വളരെയധികം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഉത്തരം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ഡിസ്ക് ഹെർണിയേഷനും സർജറി ആവശ്യമായിട്ട് വരാറുണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് എല്ലാ ഡിസ്ക് പ്രൊലാപ്സിനും സർജറി വേണ്ടി വരാറില്ല. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ സിവിയറിറ്റിയും അതിൻ്റെ ലക്ഷണങ്ങളും ഇൻഡിവിജ്വലിൻ്റെ ഓരോ സർക്കംസ്റ്റൻസസും അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? 80-90% ഓഫ് ഡിസ്ക് പ്രൊലാപ്സ് പേഷ്യൻറ്റിന് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അതേസമയം 10-20% പേഷ്യൻറ്റിന് സർജറി ആവശ്യമായി വരാറുണ്ട്. 5-10% പേഷ്യൻറ്റിന് എമർജൻസി സർജറി ആവശ്യമായിട്ട് വരാറുണ്ട്. അത് കോഡ ഇക്വൈന സിൻഡ്രം അല്ലെങ്കിൽ സിവിയർ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് ഉള്ള പേഷ്യൻസിനാണ് അങ്ങനെ വരുന്നത്. അതിനെപ്പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ടൊരു ധാരണ കിട്ടി. എല്ലാ ഡിസ്ക് പ്രൊലാപ്സിനും നമ്മൾക്ക് അങ്ങനെ സർജറി വേണ്ടി വരാറില്ല. എന്നാൽ ചില കേസിൽ വരാറുണ്ട്. അത് ഇനി ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഡിസ്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ഹെർണിയേഷൻ അല്ലെങ്കിൽ പ്രൊട്രൂഷൻ, എക്സ്ട്രൂഷൻ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക് തെറ്റൽ, ഡിസ്ക് വീർക്കൽ, ഡിസ്ക് തള്ളൽ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് സ്റ്റേജസ് ഓഫ് ഡിസ്ക് ഹെർണിയേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ഏത് കേസിലാണ് സർജറി വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഉത്തരം നോക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് ഈ അവസ്ഥയുണ്ട്, ഡിസ്കിന് പ്രശ്നമുണ്ട്, സർജറി ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആധികാരികമായിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സ്പൈൻ കമ്മിറ്റി, അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോ സർജിക്കൽ സൊസൈറ്റി സ്പൈൻ കമ്മിറ്റി, അവരെന്താണ് റെക്കമെൻഡേഷൻ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. അവരവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇൻ ദ ആബ്സെൻസ് ഓഫ് കോഡ ഇക്വൈന സിൻഡ്രോം, കോഡ ഇക്വൈന സിൻഡ്രോം അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. എന്തിന്? LDH, ലംബാർ ഡിസ്ക് ഹെർണിയേഷന്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്കൊരു ക്വസ്റ്റ്യൻ വരും, ഈ കോഡ ഇക്വൈന സിൻഡ്രോം, ഈ സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അത് നമുക്ക് മനസ്സിലാക്കാം. കോഡ ഇക്വൈന എന്ന പദം ഒരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥം കുതിരയുടെ വാല് പോലെ എന്നുള്ളതാണ്. ഈ കുതിരയുടെ വാല് പോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അഗ്രഭാഗത്ത് ബണ്ടിൽ ഓഫ് നെർവ്സ് അല്ലെ ബണ്ടിൽ ഓഫ് നാഡികളുണ്ട്. അത് നമ്മളിപ്പോൾ പിക്ചറിൽ കാണാം. ആ ഭാഗമാണ് ഈ കോഡ ഇക്വൈന എന്ന് അറിയപ്പെടുന്നത്. ആ ഭാഗത്തിനുണ്ടാകുന്ന തകരാറ് കോഡ ഇക്വൈന സിൻഡ്രോം എന്ന് അറിയപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സാഡിൽ അനസ്തേഷ്യ. അതായത് നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഏരിയ, അതായത് പെരിനിയം, ബട്ടക്, ഇന്നർ തൈ, ഈ ഏരിയയിലൊക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് മരവിപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അവിടെ സെൻസേഷൻ നഷ്ടപ്പെടുക. അതാണ് സാഡിൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലാഡർ ബവലിൻ്റെ, അതായത് മലമൂത്ര വിസർജനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തകരാറിലാകുക, കാലിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുക, പലപ്പോഴും 2 കാലിലേക്കും പെയിൻ റേഡിയേറ്റ് ചെയ്യപ്പെടാം, ചിലപ്പോൾ വേദന ഒന്നും ഇല്ലാതിരിക്കുക, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുക. ഇതുകൂടാതെ നമ്മുടെ കാലിന് വീക്ക്നെസ് അനുഭവപ്പെടുക, നമുക്ക് നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവുക, ബാലൻസും കോർഡിനേഷനും അഫക്റ്റ് ആകുക, കാലിലെ റിഫ്ലക്സ് നഷ്ടപ്പെടുക, പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്, അത് നഷ്ടപ്പെടുക, കാലുകൾ തളർന്നു പോകുന്നത് പോലെ വരിക, അല്ലെങ്കിൽ 2 കാലും തളർന്നുള്ള പാരാപ്ലീജിയ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് വരിക. ഈ കണ്ടീഷനിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫലവത്താകണമെന്നില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർജറി അല്ലാതെയുള്ള കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണ്? അത് ഫലപ്രദമാണോ? ഈ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സർജറി ഒഴികെ ചെയ്യുന്ന തെറാപ്പിയാണ് നമ്മൾ ഈ കൺസർവേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫാർമക്കോളജിക്കൽ, അതായത് മെഡിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നോൺ ഫാർമക്കോളജിക്കൽ തെറാപ്പീസ് ഉണ്ട്, കൂടാതെ ഇഞ്ചക്ഷൻ ഉണ്ട്, മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. മെഡിക്കേഷൻസ് പ്രധാനമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നമ്മളുടെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളും നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പിന്നെ മസിൽ റിലാക്സൻസ്, അതൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് അവർ നമ്മുടെ സിവിയറിറ്റി അനുസരിച്ച് തരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റാണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിയിൽ പ്രധാനമായിട്ട് പെയിൻ റിലീഫിന് നമുക്ക് ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കോർ സ്ട്രെങ്തനിങ് എക്സർസൈസ് തെറാപ്പി, പിന്നെ മാനുവൽ തെറാപ്പി, ന്യൂറോ ഡൈനമിക്സ്, അങ്ങനെ പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥ അനുസരിച്ച് പല ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും ഉണ്ട്. ഇതുകൂടാതെ ഇഞ്ചക്ഷൻസും ഈ ലംബാർ ഡിസ്ക് ഹെർണിയേഷൻ ഉപയോഗിക്കുന്ന ഒരു നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൂടെ ഉൾപ്പെടുത്തുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് ഇൻട്രാഡിസ്കൽ ഇൻ്റർവെൻഷൻസ്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞതിൽ പല കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്തവരുണ്ടായിരിക്കാം, മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, എന്നിട്ടും എൻ്റെ വേദന തിരികെ വരുന്നു, അതിൻ്റെ കാരണം എന്താണ്? ഈ ചോദ്യത്തിന് നമുക്കൊരൊറ്റ ഉത്തരം പറയാൻ പറ്റത്തില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രോഗിയുടെ സിംറ്റംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അവർക്ക് ഈ സാഡിൽ അനസ്തേഷ്യയോ ബൈലാറ്ററൽ സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ്, പേഷ്യൻ്റ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ. അനാറ്റമിക്കൽ ഫാക്ടേഴ്സ്, അതൊക്കെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. പിന്നെ അതർ ഫാക്ടേഴ്സ് ലൈക്ക് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്, ഹെവി ലിഫ്റ്റിംഗ്. പലപ്പോഴും ഈ ജോലിയിൽ ഇതുപോലെയുള്ള ഹസാർഡ്സ് ഈ വേദന വരുത്താനായിട്ട് അല്ലെങ്കിൽ റിക്കറൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏത് ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന രോഗികളാണെങ്കിലും അവരെ സഹായിക്കാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുന്ന പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ സിംറ്റംസ് വെച്ചുകൊണ്ട് ഡിലേ ചെയ്യാതെ എത്രയും വേഗം ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക.